welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. നമുക്ക് ഇന്ന് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങെന്നൊക്കെ ഇവിടെ പറയാറുള്ളതാണ്. അപ്പോൾ ആ കൂർക്ക വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുരുമുളകൊക്കെ ചേർത്തിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള മെഴുക്കുവരട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ കൂർക്ക കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഞാനൊരു കുക്കറിലേക്ക് ആക്കിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരു 2 വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പോരാത്ത ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒത്തിരി കൂടിപ്പോകരുത്. ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ കഷ്ടിച്ച് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മെഴുക്ക് വരട്ടി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളി ഇല്ലേ, അതൊരു 10 ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഉള്ളി അല്പം കുറഞ്ഞാലും ഇപ്പോൾ വില കൂടുതലല്ലേ, കുറഞ്ഞാലും കുഴപ്പമില്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അല്പം മുന്നിട്ട് നിൽക്കണം. അപ്പം ഞാനൊരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയായിരുന്നു, അതുകൊണ്ട് 10 ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും മുരിഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ചേർത്തിരുന്നു. പോരാത്ത ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടെ വേണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു 1-1.25 സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് കൂടെ ചേർക്കാം. നല്ല എരിവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ 1-2 പച്ചമുളക് കൂടെ ചേർക്കാം. പക്ഷെ മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും സമയത്തല്ല ചേർക്കേണ്ടത്. ഈ കൂർക്ക ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നാൽ മാത്രമേ കൂർക്കയിലെ പീസിലേക്കൊക്കെ നന്നായിട്ട് കുരുമുളക് പൊടി പിടിച്ച് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൊരിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലുള്ള കൂർക്ക മെഴുക്കുവരട്ടിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.